ബ്രസീലിൽ നിന്നിട്ട് ഒരു ഫാമിലി വന്നിട്ട് റൈഡ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക്. ഫെർണാണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. അയാളുടെ ഹസ്ബൻഡും അവരും കൂടെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് റൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ജാർഖണ്ഡിൽ വെച്ചിട്ട് അവർക്കൊരു സംഭവം ഉണ്ടായി. സോ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമം തോന്നി. ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ അവർക്ക് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്. ജാർഖണ്ഡിലെ 7 പേര് തമ്മിൽ ചേർന്ന് അവരുടെ ഹസ്ബൻഡിനെ വന്നിട്ട് തല്ലി ചതച്ച് അവരുടെ മുന്നിൽ ആ ഒരു സ്ത്രീനെ വന്നിട്ട് റേപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സംഭവം വന്നിട്ട് ആർക്കും അറിയത്തില്ല, പബ്ലിക്കിന് വന്നിട്ട് കൂടുതലും അറിയത്തില്ല. സോ ഇത് വന്നിട്ട് മാക്സിമം ഷെയർ ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വന്നിട്ട് ജസ്റ്റിസ് കിട്ടണം. ഫെർണാണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീക്കും ഹസ്ബൻഡിനും വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ലോ എന്ന് പറയുന്നത് ഒരിക്കലും ഈ റേപ്പിസ്റ്റുകൾക്ക് വന്നിട്ട് വെറുതെ ജയിലിൽ തൂക്കിയിടുക, അതേപോലെ തന്നെ അവന്മാർക്ക് 3 നേരം വന്നിട്ട് തിന്നാനും കൊടുത്തിട്ട് അവന്മാരെ കൊഴുപ്പിച്ച് വിടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ അടുത്ത ലോ എന്ന് പറയുന്നത് മാറ്റി തന്നെ വേണം. ഈ റേപ്പ് ചെയ്യുന്നവന്മാരെ ഒന്നിലേക്ക് കട്ട് ചെയ്ത് വിടുക, ഇല്ലെങ്കിൽ അവൻ്റെ തലയെടുക്കണം, ഇല്ലെങ്കിൽ ഒന്നിലേക്ക് തൂക്കിക്കൊല്ലുക. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ കൊടുക്കേണ്ടത്. അല്ലാതെ വെറുതെ റേപ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അവന്മാരെ പച്ചക്കിട്ട് കൊളുത്ത് തന്നെ വേണ്ടത്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അവർക്ക്. ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇന്ത്യക്ക് തന്നെ നാണക്കേട് തന്നെയാണ്. ഇന്ത്യയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക, അവർക്ക് ജസ്റ്റിസ് കിട്ടട്ടെ. ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം.